ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി KMEA എഞ്ചിനീയറിംഗ് കോളേജിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2220 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്ററും ആലുവയിലേക്ക് 10 കിലോമീറ്ററുമാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 3/4 കിലോമീറ്ററാണ്. കിഴക്ക് ദിക്കിലേക്ക് ദർശനമാക്കിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായുള്ളത്. ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. GA ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീടിൻ്റെ വിശാലമായൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു ചെറിയ പാർക്കിംഗ് സ്പേസ് കൂടി നമുക്ക് ഈ വീടിൻ്റെ മുന്നിലായി ലഭിക്കുന്നുണ്ട്. കടപ്പകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 2-3 പേർക്കൊക്കെ സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കിയാണ് ഇവിടിൻ്റെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് ഇനി ഇവിടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മൾട്ടിവുഡും PVC പാനലൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. TV യൂണിറ്റിനോട് ചേർന്ന് തന്നെയാണ് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മനോഹരമായൊരു പാർട്ടീഷൻ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവിശാലമായൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 10-12 പേർക്ക് ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ ഇടാവുന്നതാണ്. നല്ല ഭംഗിയാക്കി തന്നെയാണ് ഈ ഏരിയയിൽ സീലിംഗ് വർക്കുകളും കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെയായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ഡിസൈൻ വർക്ക് കിച്ചണിലെ എൻട്രൻസിൽ നമുക്ക് കാണാം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് നമുക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് ഇവിടെ അടുക്കള കൊടുത്തിരിക്കുന്നത്. താഴെ മുകളിലുമായി ഒത്തിരി കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡിന് കളർ കൊടുത്തിരിക്കുന്നത്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സെക്കൻഡ് സിങ്കും കൂടാതെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 ഡോറുകളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 1ാമത്തെ ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നൽകിയിരിക്കുന്ന 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ റൂമിലും കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GA ട്യൂബിൽ വുഡൻ ട്യൂബ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഏകദേശം 20 അടിയോളം നീളം വരുന്ന ഒരു വലിയ ലിവിംഗ് ഏരിയയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഏരിയ ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി TV യൂണിറ്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഇവിടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഏകദേശം 10 അടി നീളം വരുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗമെല്ലാം ഷീറ്റ് കൊണ്ട് മറിച്ച് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള വാർഡ്രോബാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂമിലൂടെ തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും വരുന്നത്. നമുക്കിനി വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11.5 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിലൂടെ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ബാൽക്കണി നൽകിയിരിക്കുന്നത്. കുറച്ച് ഭാഗം കവേർഡായും ബാക്കി ഓപ്പൺ സ്പേസുമായിട്ടാണ് ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. ബാൽക്കണിയിൽ CNC കട്ടിങ്ങിന്റെ നല്ല മനോഹരമായൊരു ഡിസൈൻ മുറകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2220 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് കിഴക്ക് ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.